ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വിഷയം നോമ്പ് തുറയും കുടുംബ സംഗമവുമാണ് കേട്ടോ. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങൾ സുഖമായിരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. റമദാനൊക്കെ നല്ല അടിപൊളിയായിട്ട് പോട്ടെ, റാഹത്താവട്ടെ. ആമീൻ. അപ്പോൾ പിന്നെ നമ്മുടെ വിശേഷങ്ങൾ, നമ്മൾ നോമ്പ് തുറക്ക് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുംബ്ലിങ്ങി നൈറ്റ്സ് മൂവി ഷൂട്ട് ചെയ്ത സ്ഥലമില്ലേ, അവിടെയാണ് കേട്ടോ ഞങ്ങൾ പോണത്. കുംബ്ലിങ് നൈറ്റ്സ് മൂവി ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷനിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കവരൊക്കെ കാണുന്ന ആ ലൊക്കേഷനിൽ കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഈ പുഴയിലൊക്കെ കവരുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേണ്. അവിടെ ഫാമിലി എല്ലാവരും ഉണ്ട്. 3 കാറിലും കുറച്ച് പേര് ബൈക്കിലൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ 2 വീലറിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ എത്തി. അവിടെ നോമ്പിറക്കാൻ സമയമായി. ഫുഡൊക്കെ റെഡിയാക്കുന്നു. എല്ലാം പാ വിരിച്ചു, പിന്നെ വാഴയില വിരിച്ചു, പായൽ. എന്നിട്ടെല്ലാം സെറ്റ് ചെയ്ത് എല്ലാവർക്കും വിളമ്പി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മാനെ പിടിച്ചിരുത്താണ് വല്യക്കാക്കിയും ചെറിയ ആങ്ങളുടെ മോനും കൂടി. എന്നിട്ട് എല്ലാവരും കൂടെ സെറ്റായിട്ട് ഇരുന്നു. നമ്മൾ കഴിക്കാൻ പോകുന്നു. ഇപ്പൊ വാങ്ങി വിളിക്കൂട്ടാ, എല്ലാം റെഡിയായി. അപ്പൊ ഇനി വാങ്ങി വിളിച്ചാൽ മതി, കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാവരും കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട്. ദേ വാങ്ങി വിളിക്കുന്നു, ഞങ്ങൾ കഴിക്കുന്നു. എല്ലാവരും കഴിക്കാൻ തുടങ്ങി. ഒത്തിരി ഒത്തിരി പലഹാരങ്ങളുണ്ടായിരുന്നു. എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, കുട്ടികൾ വലിയവരൊക്കെ. ഞങ്ങളിതേ കഴിക്കുന്നു. അങ്ങനെ അല്ലിക്കാക്കും ബാധി ഒരുമിച്ചിരിക്കുന്നു, ഞാൻ വെച്ച് ഒരുമിച്ചിരിക്കുന്നു. ബാക്കി എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ചെതറിയിരിക്കുന്നതാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൽ കുറച്ച് നേരം കളിച്ചു, സ്പെൻഡ് ചെയ്തു. വീണ്ടും തിരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പള്ളിപ്പെരുന്നാളിൻ്റെ ഒരു വെളിച്ചം വൈബാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കവര് കാണാൻ വെള്ളത്തിലിറങ്ങി. കവരൊക്കെ കണ്ടു. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കവര് കാണുന്നത് ഇതൊന്നും വെള്ളത്തിൽ കുറച്ച് നേരം അവിടെ മുളയൊക്കെ കിടക്കുന്നത് അതിട്ട് ഇങ്ങനെ അടിച്ചടിച്ചില്ല കവര് കണ്ടായിരുന്നു. അങ്ങനെ പള്ളിപ്പെരുന്നാളിൻ്റെ അവിടെ ഭയങ്കര തിരക്കും, ഭയങ്കര കുറേ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ കണ്ട് അങ്ങനെയൊക്കെ പോണ്. ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ എന്തുണ്ട് വിശേഷം? ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. സന്തോഷമായിരിക്കുന്നു. എല്ലാവരും റാഹത്തായിരിക്കട്ടെ. അപ്പൊ ഇനി പെരുന്നാൾ വിശേഷം, ഒരു നോമ്പ് തുറയും കൂടി ഉണ്ട്. അതിന് വിശേഷം വരാം, പെരുന്നാൾ വിശേഷമായിട്ട് വരാം. ബൈ.